കൊടും ചൂടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വാർത്തകളാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്കൂളുകൾക്ക് അവധി കൊടുക്കുന്നു, ആളുകളോട് പകൽ സമയത്ത് പുറത്തിറങ്ങരുത് എന്ന് പറയുന്നു, ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ എടുക്കണമെന്ന് പറയുന്നു. ഇങ്ങനെയുള്ള പല വാണിങ്ങുകളും ഗവൺമെൻറ് പുറപ്പെടുവിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇത്തരം വാർത്തകളുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാക്കാണ് ഹീറ്റ് വേവ് അല്ലെങ്കിൽ ഉഷ്ണതരംഗം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വാക്കിനൊരു പ്രത്യേകതയുണ്ട്. ഈ വാക്ക് കേട്ട് കഴിയുമ്പോൾ ഇതൊരു ചൂട് കാറ്റ് അല്ലെങ്കിൽ ഉഷ്ണക്കാറ്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും തരംഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാക്കാണ് നമ്മൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ വാർത്തകളിൽ സ്ഥിരമായിട്ട് കാണുന്ന ഈ ഉഷ്ണതരംഗം അല്ലെങ്കിൽ ഹീറ്റ് വേവ് എന്ന് പറഞ്ഞുള്ള പ്രതിഭാസം എന്താണ്, ഇത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ഇതിലൂടെ നമുക്കുണ്ടാകുന്ന ഇമ്പാക്റ്റുകൾ എന്തെല്ലാമാണ്, ഇതിനെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാൻ സാധിക്കും, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. My name is Alex. What I do is explain. Welcome to Alexplain. അപ്പോൾ ആദ്യം തന്നെ ഈ ഹീറ്റ് വേവ് അല്ലെങ്കിൽ ഉഷ്ണതരംഗം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അതിൻ്റെ ഒരു കോമൺ ഡെഫിനിഷൻ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. അന്തരീക്ഷ താപനില ഉയർന്ന് അത് മനുഷ്യ ശരീരത്തിന് അപകടകരമായിട്ടുള്ള രീതിയിലേക്ക് മാറുമ്പോഴാണ് ആ ഒരു സാഹചര്യത്തിനെയാണ് നമ്മൾ ഹീറ്റ് വേവ് അല്ലെങ്കിൽ ഉഷ്ണതരംഗം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇതൊരു കോമൺ ഡെഫിനിഷനാണ്. ഇവിടെ നമുക്കെല്ലാവരും സംശയം തോന്നും, അന്തരീക്ഷ താപനില എവിടെ എത്തുമ്പോഴാണ്, എത്ര ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോഴാണ് മനുഷ്യ ശരീരത്തിന് അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ അതിനെ ഹീറ്റ് വേവ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് അങ്ങനെ ഒരു ടെമ്പറേച്ചർ പറയാൻ പറ്റില്ല. ഓരോ പ്രദേശത്ത് നിന്ന് ഓരോ പ്രദേശങ്ങളിലേക്ക് മാറുമ്പോൾ അല്ലെങ്കിൽ പല സാഹചര്യങ്ങളിൽ പല രീതിയിലാണ് ഈ ഹീറ്റ് വേവിനെ ഡിഫൈൻ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ നമുക്ക് ഇന്ത്യയുടെ കാര്യം തന്നെ എടുക്കാം. ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റാണ് ഒരു സാഹചര്യത്തെ ഉഷ്ണതരംഗ സാഹചര്യമായിട്ട് കണക്കാക്കുകയോ അല്ലെങ്കിൽ പ്രഖ്യാപിക്കുകയോ ഒക്കെ ചെയ്യുന്നത്. ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഹീറ്റ് വേവിന് കൊടുക്കുന്ന ഡെഫിനിഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ അവർ രണ്ട് തരത്തിലുള്ള ഏരിയാസിനെയാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് ഹില്ലി ഏരിയാസ്, രണ്ടാമത്തേത് പ്ലെയിൻ ഏരിയാസ്. അപ്പോൾ ഹില്ലി ഏരിയാസിൽ 30 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് താപനില പോകുമ്പോഴും അതുപോലെ തന്നെ പ്ലെയിൻ ഏരിയാസിൽ 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് താപനില പോകുമ്പോഴുമാണ് അവരൊരു ഹീറ്റ് വേവ് കണ്ടീഷൻ്റെ ഒരു സാഹചര്യമുണ്ട് എന്ന് പറയുന്നത്. അപ്പോഴത് ഹീറ്റ് വേവ് കണ്ടീഷൻ എന്ന് പറയുന്നില്ല, ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ പ്രദേശങ്ങളിൽ എപ്പോഴാണ് ഒരു ഹീറ്റ് വേവ് അല്ലെങ്കിൽ ഉഷ്ണതരംഗം പ്രഖ്യാപിക്കപ്പെടുന്നത്? അത് രണ്ട് രീതിയിൽ പറയാറുണ്ട്. ആദ്യത്തേതിനെയാണ് നോർമൽ മാക്സിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അതായത് ഈ ഓരോ സ്ഥലങ്ങളിലും കാലാകാലങ്ങളായിട്ട് ടെമ്പറേച്ചർ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നോർമലായിട്ട് ആ ഒരു സ്ഥലത്ത് ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന മാക്സിമം ടെമ്പറേച്ചർ എത്രയാണെന്നുള്ള ഡേറ്റ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ആ നോർമൽ മാക്സിമം ടെമ്പറേച്ചറിൽ നിന്നും 4.5 ഡിഗ്രി സെൽഷ്യസ് മുതൽ 6.4 ഡിഗ്രി സെൽഷ്യസ് വരെ വർധനവുണ്ടാകുമ്പോഴാണ് ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ആ ഒരു പ്രദേശത്ത് ഉഷ്ണതരംഗം അല്ലെങ്കിൽ ഹീറ്റ് വേവ് സാഹചര്യമായിട്ട് പ്രഖ്യാപിക്കുന്നത്. അതേസമയം നോർമൽ മാക്സിമം ടെമ്പറേച്ചറിൽ നിന്നും 6.4 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് താപനിലയിൽ വർധനമുണ്ടാവുകയാണെങ്കിൽ അതിനെ ഒരു സിവിയർ ഹീറ്റ് വേവ് കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു തീവ്ര ഉഷ്ണതരംഗ സാഹചര്യം എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഹീറ്റ് വേവ് പ്രഖ്യാപിക്കുന്നതിനുള്ള ഒന്നാമത്തെ മാനദണ്ഡം. ഇനി രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ആക്ച്വൽ മാക്സിമം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അളവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതായത് ആ ഒരു സ്ഥലത്തിന് നോർമൽ മാക്സിമം ടെമ്പറേച്ചർ എത്രയാണെന്നോ അതിൽ നിന്നുള്ള ഡീവിയേഷൻ എത്രയാണെന്നോ എന്ന് നോക്കുന്നില്ല. ഓരോ ദിവസവും ആക്ച്വലായിട്ട് അവിടെ റെക്കോർഡ് ചെയ്യുന്ന മാക്സിമം ടെമ്പറേച്ചർ എത്രയാണെന്ന് നോക്കിയിട്ട് അത് 45 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ അതിനെ ഹീറ്റ് വേവ് കണ്ടീഷൻ എന്നും 47 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ അതിനെ സിവിയർ ഹീറ്റ് വേവ് കണ്ടീഷൻ എന്നുമാണ് ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത്. പക്ഷേ ഇവിടെ മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. നോർമൽ മാക്സിമം ടെമ്പറേച്ചറിൽ നിന്ന് 4 ഡിഗ്രി സെൽഷ്യസിൻ്റെ ഒരു ഡീവിയേഷൻ ഉണ്ടാകുന്ന ആ ഒരു മൊമെൻറ്റിലോ അല്ലെങ്കിൽ 45 അല്ലെങ്കിൽ 47 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ഒരു സ്ഥലത്തെ ടെമ്പറേച്ചർ പോകുമ്പോഴോ ഉടനെ തന്നെ IMD അവിടെ ഒരു ഹീറ്റ് വേവ് പ്രഖ്യാപിക്കാറില്ല. ഇന്ത്യയുടെ മുഴുവൻ ലാൻഡ് ഏരിയയെ 36 സബ് ഡിവിഷനുകളായിട്ട് ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ കേരളം എന്നൊക്കെ പറയുന്നത് ഒരു സബ് ഡിവിഷനാണ്. ഈ സബ് ഡിവിഷനിൽ തന്നെ പലതരത്തിലുള്ള വെതർ സ്റ്റേഷനുകൾ കാണാൻ സാധിക്കും. ഇതിലേതെങ്കിലും 2 സ്റ്റേഷനുകളിലെങ്കിലും 2 ദിവസമോ അതിൽ കൂടുതൽ ദിവസങ്ങളിലോ നേരത്തെ പറഞ്ഞ ആ ഒരു ഹീറ്റ് വേവ് കണ്ടീഷൻ നിലനിൽക്കുന്നുണ്ടെങ്കിലാണ് ആ ഒരു പ്രദേശത്ത് ഉഷ്ണതരംഗം അല്ലെങ്കിൽ ഹീറ്റ് വേവ് ഉണ്ടെന്ന് ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് പ്രഖ്യാപിക്കുന്നത്. സോ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തിനെയാണ്, ഏതൊരു സാഹചര്യത്തെയാണ് ഇന്ത്യയിൽ ഒരു ഉഷ്ണതരംഗം അല്ലെങ്കിൽ ഹീറ്റ് വേവ് എന്ന് പറയുന്നത്, ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് അത് എങ്ങനെയാണ് പ്രഖ്യാപിക്കുന്നത് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഹീറ്റ് വേവുകളിലെ ഒരു ട്രെൻഡ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. 1980 മുതൽ കൃത്യമായിട്ടുള്ള ഡേറ്റ IMDയുടെ കയ്യിലുണ്ടായി നമുക്ക് കാണാം. 1981 1990 ഇടയിലുള്ള 10 വർഷത്തിൽ ഇന്ത്യയിലാകെ 443 ഹീറ്റ് വേവുകളാണ് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ അത് കഴിഞ്ഞ പതിറ്റാണ്ടിലേക്ക് അതായത് 2011 2020 ഇടയിൽ നോക്കുകയാണെങ്കിൽ അത് 600-ലധികം ഹീറ്റ് വേവുകളായിട്ട് മാറിയിരിക്കുന്നത് കാണാം. അതായത് ഓരോ കാലഘട്ടം മുന്നോട്ട് പോകുമ്പോഴും ഇന്ത്യയിൽ ഉഷ്ണതരംഗങ്ങളുടെ എണ്ണം കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഒരു ഹീറ്റ് വേവ് ഉണ്ടാകുന്നത് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം.
അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റൽ ആയിട്ടുള്ള റീസൺസ് തന്നെയാണ്. നമ്മൾ ഇന്ത്യ നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഒരു ട്രോപ്പിക്കൽ കൺട്രിയാണ് എന്ന് കാണാം. അതുകൊണ്ട് തന്നെ മാർച്ച് മാസത്തിനും ജൂൺ മാസത്തിനും ഇടയിൽ ഇന്ത്യയിലെ 90% ലാൻഡ് ഏരിയയും ഉഷ്ണതരംഗത്തിന് സാധ്യതയുള്ള ഒരു മേഖല തന്നെയാണ്. അപ്പോൾ ആ സമയത്ത് അന്തരീക്ഷ താപനില വർദ്ധിക്കുന്നു എന്ന് മാത്രമല്ല, അന്തരീക്ഷത്തിലെ ജലാംശത്തിൻ്റെ അളവ്, ഹ്യൂമിഡിറ്റിയിലും വലിയ രീതിയിലുള്ള വർധന ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ അപ്പർ അറ്റ്മോസ്ഫിയറിൽ ഒരു ഹൈ പ്രഷർ റീജിയൻ, ഒരു ഉയർന്ന മർദ്ദത്തിലുള്ള റീജിയൻ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നതോടുകൂടി അന്തരീക്ഷത്തിൻ്റെ താപനില ഉയരുന്നു എന്ന് മാത്രമല്ല, ആ ഉയരുന്ന താപനില അവിടെ തന്നെ ട്രാപ്പ് ചെയ്ത് നിൽക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം കൂടെ ഒത്തുവരുമ്പോഴാണ് അന്തരീക്ഷ താപനിലയിൽ വലിയ രീതിയിലുള്ള വർധന ഉണ്ടാവുകയും അത് മനുഷ്യ ശരീരത്തിന് ഹാനികരമായി മാറുകയും ആ ഒരു സാഹചര്യത്തെ ഒരു ഉഷ്ണതരംഗം അല്ലെങ്കിൽ ഹീറ്റ് വേവ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എൻവയോൺമെൻറ്റൽ ആയിട്ടുള്ള റീസൺ തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ, കഴിഞ്ഞ 1-2 വർഷങ്ങളിൽ നല്ല രീതിയിൽ ഉഷ്ണതരംഗം ഉണ്ടാകാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണവുമുണ്ട്. അത് എൽ നീനോ എന്ന് പറഞ്ഞിട്ടുള്ള സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ എൽ നീനോ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് കൊടുക്കുന്നുണ്ട്. സോ എൽ നീനോ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലും അതിനോടനുബന്ധിച്ചിട്ടുള്ള മേഖലകളിലുമെല്ലാം താപനില ഉയരാനുള്ള സാഹചര്യം ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. സോ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം എൽ നീനോ എന്ന സാഹചര്യം നിലനിന്നതുകൊണ്ട് അതും നമ്മുടെ അന്തരീക്ഷ താപനില വർദ്ധിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. എന്നാൽ 1980-നും 90-നും ഇടയിൽ വെറും 400 മാത്രം ഉണ്ടായിരുന്ന ഉഷ്ണതരംഗങ്ങൾ 600-ലേക്ക് വർദ്ധിക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സാഹചര്യം എന്ന് പറയുന്നത് അത് ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ മാൻമെയ്ഡ് റീസൺസ് ആണ്, മനുഷ്യനിർമ്മിതമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് ആഗോള താപനം അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് ആണ്. നമ്മുടെ ആക്ഷൻസിൻ്റെ ഭാഗമായിട്ട് ഭൂമിയുടെ അന്തരീക്ഷത്തിൻ്റെ താപനില വർദ്ധിക്കുന്നത് ഈ ഹീറ്റ് വേവുകളുടെ അളവുകൾ കൂടുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണമായി മാറിയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഹീറ്റ് വേവുകളുടെ എണ്ണം ഉയരുന്നതിന് മറ്റൊരു പ്രധാനപ്പെട്ട കാരണമായി പറയുന്നതാണ് അർബനൈസേഷൻ അല്ലെങ്കിൽ നഗരവൽക്കരണം എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഈ നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായി നമ്മൾ ഉയർന്നു കേൾക്കുന്ന ഒരു വാക്കാണ് കോൺക്രീറ്റ് ജംഗിൾസ് എന്ന് പറയുന്നത്, കോൺക്രീറ്റ് വനങ്ങൾ. ആ കോൺക്രീറ്റ് വനങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു പ്രതിഭാസമാണ് അർബൻ ഹീറ്റ് ഐലൻഡ്സ് എന്ന് പറയുന്നത്. നമ്മുടെ നഗരങ്ങളുടെ ഭാഗമായിട്ടുള്ള ടാറിട്ട റോഡുകളും അതുപോലെ തന്നെ കോൺക്രീറ്റ് കെട്ടിടങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ എല്ലാം അളവ് കൂടി കഴിയുമ്പോൾ അത്തരം പ്രദേശങ്ങളിൽ ഹീറ്റ് ട്രാപ്പ് ചെയ്യപ്പെടുകയാണ്. അന്തരീക്ഷത്തിൻ്റെ സാധാരണ ഊഷ്മാവിനേക്കാൾ ഉയർന്ന അളവിൽ അവിടെയൊക്കെ ചൂട് അനുഭവപ്പെടാൻ തുടങ്ങുകയും ഇത്തരത്തിൽ അനുഭവപ്പെടുന്ന ചൂട് ഇത്തരത്തിലുള്ള ഹീറ്റ് വേവുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിന് കാരണമാവുകയും ചെയ്യുന്നുണ്ടെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. സോ ഹീറ്റ് വേവുകൾ ഉണ്ടാകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എൻവയോൺമെൻറ്റൽ റീസൺസ് ആണെങ്കിൽ കൂടിയും അതിൻ്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്നതിന് മനുഷ്യനിർമ്മിതമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ മനുഷ്യരുടെ ഭാഗത്തു നിന്നും കാര്യമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഹീറ്റ് വേവുകളുടെ അളവ് കുറയ്ക്കാനും അതിൻ്റെ ഭാഗമായിട്ടുള്ള വലിയ ഇമ്പാക്റ്റുകളെ ഇല്ലാതാക്കാനും കഴിയും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഒരു സംശയം തോന്നാനുള്ള സാധ്യതയുണ്ട്, ഈ ഹീറ്റ് വേവുകളുടെ ഭാഗമായി ഇത്രയും വലിയ ഇമ്പാക്റ്റുകൾ ഉണ്ടാകുമോ? അപ്പോൾ നമ്മൾ വീഡിയോയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഈ ഹീറ്റ് വേവുകളുടെ ഭാഗമായിട്ടുള്ള ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ആരോഗ്യത്തിന്, ഹ്യൂമൻ ഹെൽത്തിന് തന്നെയുള്ള ഇമ്പാക്റ്റ് ആണ് എന്നുള്ള കാര്യം തിരിച്ചറിയാം. അന്തരീക്ഷത്തിലെ ഊഷ്മാവ് ഒരളവിൽ കവിഞ്ഞ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അന്തരീക്ഷത്തിലെ ജലാംശത്തിൻ്റെ അളവ് അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റിയും കൂടെ മുകളിലേക്ക് പോയി കഴിയുമ്പോൾ പല രീതിയിൽ മനുഷ്യ ശരീരത്തിൻ്റെ ആ ഒരു ടെമ്പറേച്ചറിനെ നിയന്ത്രിക്കാൻ കഴിയാതെ പോകുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഊഷ്മാവ് വരുന്നു, അതോടൊപ്പം തന്നെ അന്തരീക്ഷത്തിൽ വലിയ രീതിയിലുള്ള ഹ്യൂമിഡിറ്റിയും ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വിയർപ്പിന് ഇവാപ്രേറ്റ് ചെയ്ത് പോകാൻ കഴിയാതെ വരികയും അതുവഴി ശരീരത്തിന് അതിൻ്റെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ കഴിയാതെ വരികയും ചെയ്യും. ഇങ്ങനെ പല രീതിയിൽ മനുഷ്യ ശരീരത്തിൻ്റെ ഊഷ്മാവിനെ നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്ന ഭാഗമായിട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവാം. ഹീറ്റ് സ്ട്രോക്ക് അല്ലെങ്കിൽ സൂര്യാഘാതം എന്ന് പറഞ്ഞുള്ള പ്രശ്നം ഉണ്ടാവാം. ഇനി അതിനോടൊപ്പം ഹൈപ്പർ തെർമിയ, ഹീറ്റ് എക്സോഷൻ, അതുപോലെ തന്നെ ഹീറ്റ് ക്രാമ്പ് പോലെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവുകയും ഇത് നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെ തന്നെ സാരമായി ബാധിക്കുകയും കേവലം മനുഷ്യൻ ഫെയിൻ്റ് ആവുന്ന, മനുഷ്യന് ബോധം നഷ്ടപ്പെടുന്നത് മുതൽ മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരെ ഈ ഹീറ്റ് വേവിൻ്റെ ഭാഗമായി ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിയാം. അപ്പോൾ ഈ ഹീറ്റ് വേവ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നം എത്രത്തോളം മാരകമാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് WHO തന്നെ കണക്കുകൾ പരിശോധിച്ച് നോക്കാം. 1998-നും 2017-നും ഇടയിൽ ലോകം മുഴുവൻ ഈ ഹീറ്റ് വേവ് എന്ന പ്രതിഭാസം മൂലം ഏകദേശം 1,66,000-ഓളം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് WHO പറയുന്നത്. അതുപോലെ തന്നെ 2001-നും 2017-നും ഇടയിൽ ഏകദേശം 125 മില്യൺ ആളുകൾ ഈ ഹീറ്റ് വേവുമായി ബന്ധപ്പെട്ട് അഫക്റ്റഡ് ആയിട്ടുണ്ട്. ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അവരെ ബാധിച്ചിട്ടുണ്ട് എന്ന് WHO കണക്കുകൾ പറയുന്നു. ഇനി ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യ ടുഡേ പുറത്തുവിട്ടിട്ടുള്ള കണക്കുകൾ പ്രകാരം 2012-നും 2021-നും ഇടയിൽ 11,000-ലധികം ആളുകളാണ് ഇത്തരത്തിലുള്ള ഹീറ്റ് വേവുകളുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ മാത്രം മരണപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അത്രയും വലിയൊരു ഇമ്പാക്റ്റ് നമ്മുടെ ഹെൽത്തിന് ഈ ഹീറ്റ് വേവിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിയുക. ഇനി ഇവിടെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, ഇത്തരത്തിലുള്ള ഹീറ്റ് വേവ്സിൻ്റെ ഭാഗമായിട്ടുള്ള ഹെൽത്ത് ഇമ്പാക്റ്റ് ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് ദരിദ്രരായിട്ടുള്ള ജനങ്ങളാണ്. അതായത് ഈ ഹീറ്റ് വേവിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് മെക്കാനിസം ഇല്ലാതെ, അതായത് AC മേടിക്കാനോ ഫാൻ മേടിക്കാനോ ഒന്നും കാശില്ലാത്ത ആളുകൾക്ക് ഇത്തരം ചൂടിനോട് എപ്പോഴും എക്സ്പോസ്ഡ് ആയിട്ടിരിക്കേണ്ടി വരും.
അതുപോലെ തന്നെ ഇത്തരം എക്സ്പോസ്ഡ് ആയിട്ടുള്ള മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ, കാർഷിക മേഖലയിലും നിർമ്മാണ മേഖലയിലും അതുപോലെ തന്നെ നമ്മുടെ തെരുവുകളിലുമൊക്കെ ജോലി ചെയ്യുന്ന ആളുകളും എപ്പോഴും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളോട് എക്സ്പോസ്ഡ് ആയിരിക്കുകയും അവർക്ക് ഇതിനകത്ത് കൂടുതലായിട്ടുള്ള ഇമ്പാക്റ്റുകൾ ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ആളുകളുടെ ജീവിതം വീണ്ടും കൂടുതൽ ദുസ്സഹമാക്കുന്ന ഒരു സാഹചര്യം ഈ ഹീറ്റ് വേവ് മൂലം ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് കൂടെ തിരിച്ചറിയാം. ഇനി ഹീറ്റ് വേവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വാട്ടർ റിസോഴ്സസുമായി ബന്ധപ്പെട്ടിട്ടാണ്. അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു സാധാരണ വേനൽക്കാലത്ത് തന്നെ നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ജലാശയങ്ങളെല്ലാം വറ്റി വരളുകയും ജലദൗർലഭ്യം നമ്മൾ നേരിടുകയും ചെയ്യാറുണ്ട്. ഒരു ഹീറ്റ് വേവ് എന്ന് പറയുമ്പോൾ സാധാരണയിൽ കൂടുതൽ ചൂടുണ്ടാകുന്നത് കൊണ്ട് തന്നെ ജലാശയങ്ങളിലെ ജലത്തിൻ്റെ അളവ് വീണ്ടും താഴേക്ക് പോകാനും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനും കൃത്യമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇനി ഇതിൻ്റെ അടുത്തൊരു പ്രധാനപ്പെട്ട ഇമ്പാക്റ്റ് നമ്മുടെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടിട്ടാണ്. തീർച്ചയായിട്ടും ജലലഭ്യത കുറയുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വിളകൾക്ക് വളരാൻ പറ്റാതെ വരുന്നു. അതോടൊപ്പം വലിയ രീതിയിൽ ചൂട് കൂടുന്നത് കൊണ്ട് പ്ലാന്റ് ഗ്രോത്ത്, നമ്മുടെ സസ്യങ്ങളുടെ വളർച്ചയെ തീർച്ചയായിട്ടും അത് ബാധിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, നമ്മുടെ കാർഷിക മേഖലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ലൈവ് സ്റ്റോക്ക് എന്ന് പറയുന്നത്, നമ്മുടെ കന്നുകാലികളുടെ വളർത്തൽ എന്ന് പറയുന്നത്. അതിനെയും ഈ ഹീറ്റ് വേവ്സ് സാരമായിട്ട് ബാധിക്കും. ഈ മൃഗങ്ങളുടെ ആരോഗ്യത്തിന് വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ഈ ഹീറ്റ് വേവിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൃഷി ചെയ്യുന്ന വിളകളെയും നമ്മൾ കൃഷി ചെയ്യുന്ന കന്നുകാലികളെയും ഇത് ബാധിക്കുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ കൃഷിഭൂമിയെ വലിയ രീതിയിലുള്ള വരൾച്ച ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ കൃഷിഭൂമിയെ ഇത് ബാധിക്കുന്നു. അതുപോലെ തന്നെ കാട്ടുതീയുടെ ഒക്കെ ഒരു സാഹചര്യം ഇത്രയും വലിയ ഹീറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ രീതിയിലെല്ലാം ഇന്ത്യൻ കാർഷിക മേഖലയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ഇവൻ്റാണ് ഈ ഹീറ്റ് വേവ് എന്നുള്ള കാര്യം തിരിച്ചറിയുക. ഇനി ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇമ്പാക്റ്റുകളെല്ലാം നമ്മുടെ നാടിൻ്റെ മുകളിൽ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഓൾറെഡി കൃഷിയുടെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്തരം വലിയ ചൂടുള്ള സാഹചര്യങ്ങളിൽ പല ആക്ടിവിറ്റികളും നിർത്തിവെക്കേണ്ടതായിട്ട് വരുന്നു. അതുകൊണ്ട് തന്നെ കൺസ്ട്രക്ഷൻ മേഖലയിലും മാനുഫാക്ചറിംഗ് മേഖലയിൽ നിന്നൊക്കെയുള്ള ഔട്ട്പുട്ടിൽ സാരമായിട്ടുള്ളൊരു ഇടിവുണ്ടാകുന്നു. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 മേഖലകളാണ് കാർഷിക മേഖല, മാനുഫാക്ചറിംഗ് മേഖല, കൺസ്ട്രക്ഷൻ മേഖല എന്നൊക്കെ പറയുന്നത്. ഇവിടെയൊക്കെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ നാടിനെ സാമ്പത്തികമായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഇത് രാജ്യത്തിൻ്റെ ആകെ സാമ്പത്തിക മേഖലയെ മാത്രമല്ല, ഓരോ വ്യക്തിയുടെയും സ്വകാര്യ സമ്പത്തിനെയും കാര്യമായി ഇമ്പാക്റ്റ് ചെയ്യാൻ ഈ ഹീറ്റ് വേവുകൾ കാരണമാവുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിയാം. കാരണം ഈ ഉഷ്ണതരംഗം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ കൃത്യമായിട്ട് ജോലി ചെയ്യാൻ മനുഷ്യർക്ക് സാധിക്കാതെ വരികയും നമ്മുടെ വരുമാനത്തിൽ വലിയ രീതിയിലുള്ള ഇടിവുണ്ടാവുകയും ചെയ്യുന്നു. ഇനി അന്തരീക്ഷത്തിൻ്റെ താപനില വലിയ രീതിയിൽ വർദ്ധിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കൂടുതൽ ഫാൻ ഉപയോഗിക്കേണ്ടി വരുന്നു, AC ഉപയോഗിക്കേണ്ടി വരുന്നു, ഫ്രിഡ്ജ് ഉപയോഗിക്കേണ്ടി വരുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം പേരിൽ നമ്മുടെ എനർജി കോസ്റ്റ്, നമ്മുടെ വൈദ്യുതി ബില്ല് വലിയ രീതിയിൽ വർദ്ധിക്കുകയും അതും നമുക്കൊരു സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിയുക. സോ രാജ്യത്തിൻ്റെ ആകെ സാമ്പത്തിക മേഖലയ്ക്കും ഓരോ വ്യക്തിയുടെയും സ്വകാര്യ സമ്പത്തിന് മുകളിൽ വലിയൊരു ഇമ്പാക്റ്റ് ഇത്തരത്തിലുള്ള ഹീറ്റ് വേവുകൾ കൊണ്ട് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എനർജി സെക്ടറിനെയും ഈ ഹീറ്റ് വേവ് വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. മനുഷ്യരെല്ലാം ഈ ഹീറ്റിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ ഊർജ്ജം ഉപയോഗിച്ച് കഴിയുമ്പോൾ സർക്കാരുകൾക്ക് കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കേണ്ടതായിട്ട് വരുന്നു, അല്ലെങ്കിൽ വൈദ്യുതി പുറത്തുനിന്ന് മേടിക്കേണ്ടതായിട്ട് വരുന്നു. ഇത് നമ്മുടെ വൈദ്യുതി ബില്ല് ഉയരുന്നതിനും മാത്രമല്ല നമ്മുടെ നാട്ടിൽ പവർ കട്ട് പോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നതിനും ഒക്കെ കാരണമാവും. ഇനി ഇത് മാത്രമല്ല, ഈ എനർജി സെക്ടറിന് വേറൊരു പ്രശ്നമുണ്ട്. നമ്മൾ ഈ ചൂടിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ വൈദ്യുതി അല്ലെങ്കിൽ കൂടുതൽ എനർജി ഉപയോഗിച്ച് കഴിയുമ്പോൾ കൂടുതൽ എനർജി ഉൽപ്പാദിപ്പിക്കേണ്ടതായിട്ട് വരും. നമ്മുടെ നാട്ടിലൊക്കെ എനർജി ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു രീതി എന്ന് പറയുന്നത് താപവൈദ്യുത നിലയങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാഗമായിട്ട് പുറന്തള്ളപ്പെടുന്ന ഗ്യാസുകൾ ഇത്തരത്തിലുള്ള ഗ്രീൻ ഹൗസ് എഫക്റ്റിനും ഗ്ലോബൽ വാർമിങ്ങിനും ഒക്കെ വീണ്ടും കാരണമാവുകയും ആ ഗ്രീൻ ഹൗസ് എഫക്റ്റും ഗ്ലോബൽ വാർമിങ്ങും വീണ്ടും ഇത്തരത്തിലുള്ള ഹീറ്റ് വേവ് കണ്ടീഷൻസ് കൂടുതലുണ്ടാകുന്നതിന് കാരണമാവുകയും ചെയ്യും. സോ ഇതിങ്ങനെ ഒരു സൈക്ലിക്കലായിട്ട് മുന്നോട്ട് പോവുകയും ഇത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും എന്നുള്ളത് തിരിച്ചറിയാം. അപ്പോൾ നേരത്തെ പറഞ്ഞത് പ്രകാരം ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മേഖലകളിലും സാരമായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന വളരെ മോശം ഒരു പ്രതിഭാസമാണ് ഈ ഹീറ്റ് വേവ് എന്നുള്ള കാര്യം കൃത്യമായി തിരിച്ചറിയുക. ഇപ്പോൾ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ എക്സ്ട്രീം വെതർ ഇവൻറ്റ്സ് മൂലമുണ്ടാകുന്ന മരണങ്ങളിലെ 20% മരണങ്ങളും ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള ഹീറ്റ് വേവുകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കടുത്ത ചൂടുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നത് തിരിച്ചറിയുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള എല്ലാ സാഹചര്യങ്ങളും നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ ഹീറ്റ് വേവിനെ ഒരു ദേശീയ ദുരന്തമായിട്ട് ഗവൺമെൻറ് പ്രഖ്യാപിച്ച് അതിനനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഇപ്പോൾ നടക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് വീഡിയോയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കാം. ഇത്തരത്തിലുള്ള ഒരു ഹീറ്റ് വേവ് സാഹചര്യത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇമ്പാക്റ്റുകളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ വാർത്താ മാധ്യമങ്ങളെല്ലാം ഇത്തരം കാര്യങ്ങൾ കൃത്യമായി ആവർത്തിച്ച് പറയുന്നതാണ്. അതൊരിക്കൽ കൂടി ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് വയ്ക്കുകയാണ്. 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നമ്മുടെ ശരീരം ഇത്തരത്തിലുള്ളൊരു ഹീറ്റ് വേവ് കണ്ടീഷന് എക്സ്പോസ്ഡ് ആവാതിരിക്കുക. 2, ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ നമ്മുടെ ശരീരത്തിൽ ചൂട് അല്ലെങ്കിൽ ഹീറ്റ് ട്രാപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഹീറ്റിന് എക്സ്പോസ്ഡ് ആവാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ വീടിന് വെളിയിലേക്ക് ഇറങ്ങാതിരിക്കുക അല്ലെങ്കിൽ ഓപ്പൺ എയറിലേക്ക് ഇറങ്ങാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
അഥവാ ഇനി നമുക്ക് അത്തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ ഒരു ചൂടിനെ അല്ലെങ്കിൽ വെയിലിനെയൊക്കെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് കുട പോലെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി കരുതുക എന്നുള്ളതും നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ എക്സ്പോസ്ഡ് ആവാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി രണ്ടാമത്തേത് നമ്മുടെ ശരീരത്തിൽ ഹീറ്റ് ട്രാപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വസ്ത്രധാരണത്തിലൊക്കെ കൃത്യമായിട്ടുള്ള ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ട് വരും. ലൂസ് ആയിട്ടുള്ളതും ലൈറ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അതുപോലെ തന്നെ കോട്ടൺ, ലിനൻ പോലെയുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നത് ഹീറ്റ് നമ്മുടെ ശരീരത്തിൽ ട്രാപ്പ് ചെയ്യുന്നതിനെ തടയാൻ വേണ്ടി സഹായിക്കും. ഇനി അതുപോലെ തന്നെ ശരീരത്തിന് പുറമേ നിന്ന് മാത്രമല്ല ഉള്ളിൽ നിന്നുകൂടെ തണുപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിന് വേണ്ടിയിട്ട് ധാരാളം വെള്ളം കുടിക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത് ഇത്തരത്തിലുള്ള ഹീറ്റ് കണ്ടീഷൻസിന് എക്സ്പോസ്ഡ് ആവാതിരിക്കുകയും ഹീറ്റിനെ നമ്മുടെ ശരീരത്തിൽ ട്രാപ്പ് ചെയ്യാതിരിക്കുകയും ചെയ്തുകൊണ്ട് കൃത്യമായിട്ടുള്ള മുൻകരുതലെടുത്ത് ഇത്തരം സാഹചര്യങ്ങളെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കുമെന്നുള്ളത് തിരിച്ചറിയുക. അതുകൊണ്ട് തീർച്ചയായിട്ടും ജാഗരൂകരായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നിന്നും ഹീറ്റ് വേവ്സ് അല്ലെങ്കിൽ ഉഷ്ണതരംഗം എന്ന് പറഞ്ഞുള്ള ഒരു പ്രതിഭാസം എന്താണ് എന്നും അത് ഉണ്ടാവുന്നത് എങ്ങനെയാണ് എന്നും അതുമൂലം നമുക്കുണ്ടാകുന്ന ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണെന്നും ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും നിങ്ങൾക്ക് ഈ സാഹചര്യത്തെക്കുറിച്ച് അറിയാവുന്ന എക്സ്ട്രാ പോയിന്റുകളും എല്ലാം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ മറ്റുള്ളവർ കാണുന്നത് നല്ലതാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതുവരേക്കും നന്ദി.